ഹലോ, എല്ലാവർക്കും കിച്ചൺ ജെസ്സിയിലോട്ട് സ്വാഗതം. വീട്ടുമുറ്റത്തെ ചക്കയും മണമുള്ള തേങ്ങയും ചേർന്നപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഇന്ന് സ്പെഷ്യൽ ചക്കപ്പുഴുക്ക് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു നാടൻ വിഭവമാണ് ചക്കപ്പുഴുക്ക്. നല്ല പഴുക്കാത്ത പച്ചച്ചക്കയും തേങ്ങയും ഒക്കെ ചേർത്ത് ആവി പറക്കുന്ന ഈ ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. എന്താ ഇപ്പം ചക്കയെക്കുറിച്ച് പറയുക. ചക്ക സീസൺ ആയാൽ പിന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഒരു പൂരമാണല്ലേ. ഈ ചക്ക വെട്ടാനും ചുള അരിഞ്ഞെടുക്കാനൊക്കെ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ. പക്ഷെ ആ പുഴുക്ക് ഇങ്ങോട്ട് റെഡിയായി കഴിഞ്ഞാൽ കഷ്ടപ്പാടൊക്കെ അങ്ങ് മറക്കൂലേ. ഒരു ചക്ക കൊയ്താൽ നമ്മൾ അയൽവാസികൾക്കൊക്കെ മുറിച്ച് കഷ്ണം വീതം വെച്ച് കൊടുക്കും. അപ്പോൾ അവർക്കും ഒരു സന്തോഷം, നമുക്കും സന്തോഷമാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ചക്കപ്പുഴുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കട്ടോ. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെതാ നമ്മൾ ചക്കതാ കഷ്ണം വെട്ടി പേപ്പറൊക്കെ വിരിച്ച് അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പാവം ചക്കലേ, ചക്ക വെട്ടിയപ്പോൾ ചക്കക്ക് വേദനിച്ചിട്ടുണ്ടാവില്ലേ. ചക്കക്കുരുവൊക്കെ നിലവിളിക്കുന്നു ചിരിക്കുന്നൊക്കെ ഉണ്ട് എന്തുകൊണ്ട്. അപ്പോൾ നമുക്ക് ചക്ക ഓരോ കഷ്ണങ്ങളാക്കി മടൽ വേറിയിരിക്കുകയും ചക്കക്കുരുവൊക്കെ മാറ്റി നമുക്ക് ഓരോ ചുളകളെടുത്ത് അരിഞ്ഞെടുക്കട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി വേർതിരിച്ചെടുക്കാം. എല്ലാം വൃത്തിയാക്കിയതാണ് നമ്മൾ കുക്കറിലേക്ക് കഷ്ണങ്ങളാക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടുപ്പിൽ വെക്കണം. അപ്പോൾ ചക്കൻ്റെ കൂടെ എല്ലാവരും പണ്ടുള്ള അമ്മമാരൊക്കെ പറയലുണ്ടായും 2 ചക്കക്കുരു എന്നെങ്കിലും ഇടണോ, അല്ലാണ്ട് ചക്കക്ക് സങ്കടമാവുമെന്ന്. എൻ്റെ മക്കൾ ഒരുപാടുണ്ടായി, എൻ്റെ ഒപ്പം ഒറ്റ മക്കളും പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുമെന്ന്. അപ്പോഴാണ് ഞാനും വിചാരിച്ചത് 2 ചക്കക്കുരു ചക്കൻ്റെ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ആ 2 ചക്കക്കുരു എടുത്ത് അതിൻ്റെ കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് സ്റ്റൗ ഓണാക്കി വേവിച്ചെടുക്കാം. കുക്കറിൽ നമ്മൾ ചക്ക വെക്കുമ്പോൾ 2 വിസിലടിച്ച് നമ്മളെ ചക്ക വെന്ത് കിട്ടുട്ടോ. ചെമ്പിലൊക്കെ വെക്കുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് കുറേ ടൈം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി വേവിക്കണം. കുക്കറാകുമ്പോൾ പ്രശ്നമല്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ചക്കയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. അതിനാവശ്യമായിട്ട് ചേർത്തിട്ടുണ്ടല്ലോ തേങ്ങ, പച്ചമുളക്, എരിവിനാവശ്യമുള്ള പച്ചമുളക്, കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർക്കട്ടോ. എൻ്റെ അടുത്ത് കാന്താരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പച്ചമുളക് ചേർത്തത്. പിന്നെ ചുവന്നുള്ളി, വെളുത്തുള്ളി, കരിവേപ്പില, വലിയ ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് ഇങ്ങോട്ട് അരച്ചെടുത്താണ്ടല്ലോ അപ്പം ഉണ്ട് ഒരു മണം അടിക്കാൻ. അതിങ്ങോട്ട് ചക്കയിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് അപ്പം തന്നെ ആ ചൂടോടെ ചക്ക തിന്നാൻ എന്തൊരു രസമാണെന്നറിയോ. തിന്നാൻ കഴിയൂല. അതിനൊരു കറിയൊന്നും വേണമല്ല. അത് പച്ച ചക്ക തന്നെ പുഴുങ്ങിയത് നമുക്ക് തിന്നാൻ നല്ല രസമായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മളെ ചക്ക 2 വിസിലൊക്കെ അടിച്ചപ്പോൾ ചക്ക നന്നായിട്ട് വെന്തിട്ടിരിക്കും കേട്ടോ. അപ്പം കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കി. ആവിയൊക്കെ പോയാൽ കുക്കർ തുറന്ന് നമ്മൾ അരച്ചുണ്ടാക്കിയ അരപ്പുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി അതൊന്ന് ഇളക്കി കൂട്ടണം. ഇളക്കി കൂട്ടി കഴിഞ്ഞ് നമുക്ക് ചക്ക അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അതാ നമ്മളെ ചക്കക്കൊട്ട് നമ്മളെ അരപ്പെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കുട്ടപ്പനാക്കി എടുക്കും കേട്ടോ. ഇനി ഇതിങ്ങോട്ട് ചൂടുള്ള ചക്ക നമ്മൾ പ്ലേറ്റിലോട്ട് ഇങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് കഴിക്കണം. എന്താ അതിൻ്റെ ടേസ്റ്റ്, എന്താ അതിൻ്റെ ഒരു മണോ. അതിൻ്റെ ഒപ്പം ഒരു ബീഫ് കറിയോ അല്ലെങ്കിൽ മീൻ മുളകിട്ടതോ ചിക്കൻ കറിയോ ഒക്കെ കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. ഈ അരിപ്പെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ ഒരുപാട് വെറൈറ്റി വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. നന്ദി.